നേതൃത്വത്തിന്റെ ഏകാധിപത്യപരമായ പോക്കിൽ പ്രതിഷേധിച്ച് സമാന്തര സംഘടനയുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇന്ദിരാഗാന്ധി ഫൗണ്ടേഷൻ എന്ന സംഘടന രൂപവത്കരിച്ച് മുന്നോട്ട് പോകാനാണ് തഴയപ്പെട്ടതായി പരാതിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. നഗരസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയിൽ രൂപപ്പെട്ട അകൽച്ചകളാണ് സമാന്തര സംഘടനാ രൂപവത്കരണത്തിൽ എത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞിരുന്നു. പുതിയ മണ്ഡലം പ്രസിഡന്റിനെ തീരുമാനിച്ചതിലടക്കം തങ്ങളെ വിശ്വാസത്തിലെടുക്കാനോ കൂടിയാലോചനകളുടെ ഭാഗമാക്കാനോ തയ്യാറായില്ലെന്ന് ഫൗണ്ടേഷൻ രൂപവത്കരിച്ചവർ വ്യക്തമാക്കി. മണ്ഡലം പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്നും ഈ വിഭാഗം വിട്ടുനിന്നിരുന്നു. ഇവർ വിട്ടുനിന്നതുകൊണ്ട് പാർട്ടിക്ക് ഒന്നും സംഭവിക്കാനില്ലെന്ന മട്ടിൽ ചിലർ പ്രസംഗിച്ചതും അകൽച്ച കൂട്ടുന്നതിനിടയാക്കി. ഇത്തരം അവഗണന സഹിച്ച് ഇനിയും മുന്നോട്ടു പോകാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇന്ദിരാഗാന്ധി ഫൗണ്ടേഷൻ എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ ജി കൃഷ്ണനാണ് ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തത്. രഞ്ജിത്ത് പാലിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ വിജയകുമാർ അടമ്പടി, നഗരസഭാ കൗൺസിലർ AV ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ PK ജോർജ്, ബാബു സോമൻ, PK ഷനാജ്, പിന്റോ നീലംകാവിൽ, ശശിധരൻ അകമ്പടി എന്നിവർ സംസാരിച്ചു. ഫൗണ്ടേഷൻ ചെയർമാനായി രഞ്ജിത്ത് പാലിയത്തിനെയും കൺവീനറായി PK ഷനാജിനെയും തിരഞ്ഞെടുത്തു. ജനാധിപത്യ വിരുദ്ധ പ്രവണതകളെ എതിർത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഫൗണ്ടേഷൻ നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടികളില്ലാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നടക്കം വിട്ടുനിൽക്കേണ്ട കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് ഫൗണ്ടേഷൻ നേതാക്കൾ വ്യക്തമാക്കി.